വിവാഹം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിൽ പല സ്ത്രീകളും വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പുതിയ ചുറ്റുപാടുകളും ഭർത്തൃവീട്ടിലെ ഒറ്റപ്പെടലും അവരിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കാം. അതിൻ്റെ വിവാഹശേഷം ഭർത്താവ് വിദേശത്തേക്ക് പോയാലോ പിന്നെ വല്ലാത്തൊരു ശൂന്യതയായിരിക്കും. തിരുവനന്തപുരം വർക്കല സ്വദേശിനിയായ നാസിയുടെ മരണത്തോടെയാണ് അവൾ നേരിട്ട മാനസിക പ്രശ്നങ്ങൾ എല്ലാവരും അറിഞ്ഞത്. കൊല്ലം പരവൂർ സ്വദേശിയുമായി 2 മാസം മുൻപായിരുന്നു നാസിയുടെ വിവാഹം. വിവാഹം കഴിഞ്ഞ് 13 ദിവസത്തിന് ശേഷം ഭർത്താവ് വിദേശത്തേക്ക് മടങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ അറിഞ്ഞത് അവളുടെ മരണവാർത്തയാണ്. വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് യുവതിയെ കണ്ടെത്തിയത്. വീട്ടിലെ കിടപ്പുമുറിയിലാണ് ബുധനാഴ്ച വൈകിട്ട് നാസിയ ആത്മഹത്യക്ക് ശ്രമിച്ചത്. നാസിയെ ആദ്യം വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില ഗുരുതരമായതിനാൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ ചികിത്സയിലിരിക്കെ പുലർച്ചെയോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. റാത്തിക്കൽ നാസിയ മർസിലിൽ നൌഷാദിന്റെയും സഹീറയുടെയും മകളാണ് നാസിയ. രണ്ടു മാസം മുമ്പായിരുന്നു 19-കാരിയായ നാസിയയും കൊല്ലം പരവൂർ തെക്കുഭാഗം സ്വദേശിയായ അൻസറും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് 13 ദിവസം പിന്നിട്ടപ്പോഴേക്കും അൻസർ ജോലി സംബന്ധമായി കുവൈറ്റിലേക്ക് പോയിരുന്നു. ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നതിനെ തുടർന്ന് നാസിയ മാനസിക വിഷമത്തിലായിരുന്നുവെന്നാണ് വീട്ടുകാർ പോലീസിന് നൽകിയ മൊഴി. വിവാഹം കഴിഞ്ഞ് 2 മാസം മാത്രമായതിനാൽ നിയമ നടപടികളുടെ ഭാഗമായി RDOയുടെ സാന്നിധ്യത്തിലായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുക. തുടർന്ന് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി വർക്കല പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.